എന്തിനാണ് അവനെ വിളിക്കണത് ഈ വെറുതെ? ഞാൻ ഓട്ടോ വിളിച്ചോ? കുറച്ച് നേരത്തെ من الأنبياء والمرسلين صلوات الله تعالى وسلامه عليهم أجمعين وبحق إلى حضرات أرواح أهل الخير كلهم أجمعين. الفاتحة. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة نبينا وسيدنا محمد صلى الله عليه وسلم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرات أرواح جميع أصحابه البدريين والهديين والخندقيين والسائر الصحابة والقرابة كلهم أجمعين وإلى حضرات أهل الخير كلهم أجمعين. اللهم بحقوقهم بارك لنا في كل أمورنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك يا غفار المذنبين آمين برحمتك. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ. നാളെ സുബഹി വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ ആത്മീയ പ്രഭാഷണങ്ങളും സാന്ത്വന സാമൂഹികമായ പദ്ധതികളും അതിൻ്റെ വിതരണവും ഇടപെടലുമൊക്കെ ഈ വേദിയിലും പള്ളിയിലുമൊക്കെയായി നടക്കാൻ പോവുകയാണ്. അംബിയാ മുർസലീങ്ങളെ അവരുടെ മദതും അവരുടെ സ്നേഹവും അനുഗ്രഹവും വാങ്ങാൻ വേണ്ടി ആ സദസ്സിൽ ഒന്ന് ഇരുന്ന് അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്. ഒരുപാട് ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും കാൽപാദ സ്പർശനമേറ്റ പുണ്യമേറിയ ഒരു ഭൂമിയാണ് പൊന്നാനി എന്ന് പറയുന്നത്. വലിയ വലിയ മഹാന്മാർ, കൊങ്ങണം വീട്ടിൽ അഹമ്മദ് ബാബ മുസ്ലിയാർ, മഹാനറുകളുടെ ഉസ്താദ് ഷെയ്ഖ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ, അവരുടെ ശിഷ്യനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ ഖദ്ദസല്ലാഹു അസീസ്, അങ്ങനെ തുടങ്ങി നിരവധി മഹാന്മാരുടെ ശിഷ്യത്വവും അതുപോലെ അവരുടെ പ്രത്യേകമായ ഇടപെടലൊക്കെ നടന്ന ഒരുപാട് മേഖലയാണ് പൊന്നാനി എന്ന് പറയുന്നത്. ഈ ഉറൂസിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്ന വലിയ റഹ്മത്തുണ്ട്. ആ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മസ്ലക്കുൽ അത്ഖിയ എന്ന ഗ്രന്ഥത്തിൽ എന്തിനാണ് സ്വാലിഹീങ്ങളുടെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുന്നത്, അവരെ പറയുന്നത് എന്തിന്, കേൾക്കുന്നത് എന്തിന്, അതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് സവിസ്തരം വിശദമായി ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുകയുണ്ടായി. സ്വാലിഹീങ്ങളെ പറയുന്ന സ്ഥലത്ത്, അവരെ ഓർക്കുന്ന സ്ഥലത്ത്, അവരെ മൗലിദ് പാരായണം ചെയ്യുന്ന മജ്ലിസിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ആ ഹദീസ് അവിടെ റഹ്മത്ത് എന്താണ് എന്ന് വിശദീകരിച്ച് മഹാനവറുകൾ പറയുന്നു, ഫഇന്ന റഹ്മത ദുഖൂലുൽ ജന്ന. റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ്. നിങ്ങളുടെ യാത്ര ഇനി ടെൻഷൻ ഇല്ലാതെ ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ. ടിക്കറ്റ്സ്, വിസ, ഹോളിഡേയ്സ്, ഉംറ എല്ലാം ഒരിടത്തു നിന്നും. നിങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ അഡ്വൈസും നൽകുന്നു. യാത്ര മുടങ്ങിയാൽ റീഫണ്ട് അസിസ്റ്റൻസും നൽകുന്നു. കൂടാതെ ഇനി ഓൺലൈനിൽ കാണുന്നതിലും കുറവ് നിരക്കിൽ എല്ലാ GCC രാജ്യങ്ങളിലേക്കും ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ നിന്നും ടിക്കറ്റ്സ് ലഭ്യമാണ്. ഹൃദയ ശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ സ്നേഹം പകർന്നു നൽകാൻ കഴിയുള്ളൂ. ആ സ്നേഹം ബോധപൂർവം കുറച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. മാനവ സ്നേഹം, മാനവ മൈത്രി, അത് ഉയർത്തിപ്പിടിക്കുക എന്നത്
എല്ലാ മതങ്ങളും പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ മതത്തിൻ്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളടക്കം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നയസമീപനങ്ങൾ പലതും മാനവ മൈത്രിക്ക്, മനുഷ്യൻ്റെ പരസ്പരമായ സ്നേഹത്തിന് വിഘാതമായി നിൽക്കുന്നതാണ് എന്ന് നമുക്കിപ്പോൾ അനുഭവത്തിൽ കൂടി മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ആണ്ട് നേർച്ച ഇവിടെ നടക്കുന്നത്. അത് വ്യക്തിപരമായ താല്പര്യം, സാമ്പത്തിക താല്പര്യങ്ങൾക്കും വേണ്ടി അതിന് അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയാം. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കുള്ളത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ കാസിം കോയ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന ഈ പരിപാടി ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ നമ്മൾ മനുഷ്യരെ ചേർത്ത് പിടിക്കണം എന്ന സന്ദേശം നൽകുന്നതിന് കഴിയുന്നുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ആ മനുഷ്യസ്നേഹം അതിൽ ഇപ്പോൾ നമ്മൾ കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പ്രമാണിമാരായ ആൾക്കാർക്ക് നമ്മൾ കിറ്റ് കൊടുക്കേണ്ടതില്ല. നമുക്ക് സാധാരണക്കാരനായ മനുഷ്യനാണല്ലോ ഈ വിശപ്പും പ്രയാസവും ജീവിത പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണല്ലോ കിറ്റ് വാങ്ങാൻ വരിക സ്വാഭാവികമായിട്ടും. അത് തന്നെ വലിയ മനുഷ്യസ്നേഹപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിത്. അത് 3000-ഓളം പേർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കിത്. അപ്പോൾ അത്തരം രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ ഒരു ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ദശകങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന കാസിം കോയ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. ഒരു മഹത്തായ കൃതി പ്രകാശനം ചെയ്യുകയാണ് മക്ബറകളുമായി ബന്ധപ്പെട്ട്, അല്ലേ? പൊന്നാനിയിലെ എല്ലാ മക്ബറകളെയും, നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കാപ്പട്ടകം തുടങ്ങി കുറുപ്പാക്ക വീട്ടിൽ, ഇങ്ങനെ ധാരാളം കൊങ്ങണം വീട്ടിൽ, ഒരുപാട് തറവാട്ടിൽ പിറന്ന മഹാന്മാർ ഇവിടെ ഉണ്ട്. അതിൽ ചില ആളുകളൊക്കെ ജന്നത്തുൽ മുഅല്ലയിൽ മക്കയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുണ്ട്, പലരുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം, ഒരു കൃതി, മഹത്തായ കൃതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. അത് ചെയ്യുന്നത് നമ്മുടെ മുൻ MLA പ്രകാശനം ചെയ്യുന്നു. മുൻ MLA നന്ദകുമാർ. അക്ബർ ട്രാവൽസിൻ്റെ നാസറിൻ്റെ സ്നേഹിതൻ PV അയ്യൂബ് അത് ഏറ്റുവാങ്ങുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു വലിയൊരു സാന്ത്വന പ്രവർത്തനമാണ്. 15 ടൺ അരി 3000-ഓളം കുടുംബങ്ങളിലേക്ക് ഇവിടെ ഇത് കിറ്റ് വിതരണം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ സൈനുൽ ആബിദീൻ ഞങ്ങളുടെ മകൻ സയ്യിദ് സഹൽ ബാഫഖി തങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ ഓണർ ബോസ് വിദേശത്തായതുകൊണ്ട് പരിപാടിക്ക് സംബന്ധിക്കാം. അപ്പം ബോസിൻ്റെ ഒരു ചെറിയൊരു കുറിപ്പ് നമ്മൾ അയ്യൂബ് സാഹിബ്, ആത്മസുഹൃത്ത് അയ്യൂബ് സാഹിബ് ആയിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അതായിട്ട് അറിയിക്കുകയാണ്. ഈ മഹത്തായ പരിപാടി കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഇതിലും ഭംഗിയായി നടത്താൻ നമ്മുടെ ഉസ്താദ് കാസിം കോയക്ക് സാധിക്കട്ടെ. നമുക്കറിയാം പല പുസ്തക പ്രകാശനങ്ങളും ദിവസം തോറും നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തക പ്രകാശനം ഇന്നിവിടെ നടന്നിട്ടുള്ളത്.
തീർച്ചയായും പൊന്നാനിയുടെ പാരമ്പര്യവും മഹത്വവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്തു. അത് ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം നമുക്കറിയാം, നമ്മുടെ നാട് വലിയൊരു പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധ പ്രശ്നം കൊണ്ടും നമ്മുടെ നാടൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഡോക്ടർ കെ അബ്ദുൽ നാസർ, അദ്ദേഹത്തിന് പെട്ടെന്ന് ഇവിടെ വരാൻ സാധിച്ചില്ല. കാരണം ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ബോംബെയിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത്. ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു. അപ്പോൾ കാസിം കോയയോട് പ്രത്യേകം പറയണം, എനിക്കിന്ന് വരാൻ പറ്റാത്തത് കൊണ്ടാണ്, ഞാൻ ഒരു മെസ്സേജ് വിടാം, അതവിടെ വായിക്കണം എന്ന് പറഞ്ഞു. ആ മെസ്സേജ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. മുസ്ലിം ആണ്ട് നേർച്ചയുടെ ഈ ധന്യമായ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരനായ മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കാസിം കോയ രചിച്ച മലബാറിലെ മക്ബറുകളുടെ നാട് എന്ന മഹത്തായ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം നാസർക്കാക്ക് വേണ്ടി ഞാൻ ഇവിടെ സന്തോഷം പങ്കിടുകയാണ്. അറിവിൻ്റെയും ആത്മീയതയുടെയും ആസ്ഥാനമായിരുന്ന പൊന്നാനി അതിൻ്റെ ആ പഴയ പ്രതാപത്തിൽ തന്നെയാണെന്ന് നമുക്ക് അഭിമാനിക്കാം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് കാസിം കോയ ഉസ്താദിൻ്റെ മഹത്തായ സംഭാവന. മറ്റൊന്ന്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലുള്ള സൂഫ് വൈദ്യന്മാർ, പണ്ഡിതന്മാർ, ആത്മീയ നേതാക്കൾ, സ്വായിമാർ, സയ്യിദുമാർ എന്നിവരിൽ അനുഗ്രഹീതമാണ് നമ്മുടെ ഈ പൊന്നാനി മേഖല. വിജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും കേന്ദ്രമായ നമ്മുടെ നാടും പരിസരവും ജ്വലിച്ചു നിന്നത് നമ്മുടെ സാന്നിധ്യവും ത്യാഗപൂർണമായ സേവനങ്ങൾ കൊണ്ടാണ്. അവരുടെ ആ ത്യാഗപൂർണമായ ജീവിതം നയിക്കാൻ ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് അവരെ മറക്കാതിരിക്കാനും അവരുടെ സ്മരണകൾ നിലനിർത്താനും ആ സുവർണ ചരിത്രം വള്ളി തെറ്റാതെ അടുത്ത തലമുറകൾക്ക് കൈമാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ ഒരു ചരിത്രപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഈ ചടുലവും ധീരവുമായ നീക്കമാണ് ഉസ്താദ് KM മുഹമ്മദ് കാസിം കോയ ഈ പുസ്തകം. പൊന്നാനിയുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ വെളിച്ചങ്ങളെ, മഖബറുകളുടെ ചരിത്രത്തെ അടുത്ത തലമുറയ്ക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ ഈ കൃതിക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇത്രയും മനോഹരമായ ഒരു ഗ്രന്ഥം മലയാളി സമൂഹത്തിന് സമ്മാനിച്ച ഉസ്താദ് KM മുഹമ്മദ് കാസിം കോയക്ക് നാസർ ബോസിൻ്റെ എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ആത്മീയ സംഗമം ഉദ്ഘാടന ബഹുമാനപ്പെട്ട ലോകത്തറിയപ്പെടുന്ന മർക്കസ് സക്കാഫത്ത് സുന്നിയ സാരഥി എല്ലാം കൊണ്ട് മേൻ ഡയറക്ടർ ബഹുമാന സീഫി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അള്ളാഹു എല്ലാ വഴിയും ദീർഘായുസ്സും ആഫിയത്ത് കുവ്വത്തും നമ്മൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഉസ്താദ് ഇവിടെ എത്തിയല്ലോ, അതിന് അർഹമായ എല്ലാ നിലക്കും അനുഗ്രഹിക്കും മാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ ആദരവും ക്ഷണിക്കുന്നു. ഏറ്റവും മികച്ച ഉദാഹരണമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തല ഉയർത്തി നിൽക്കുന്ന ഒരു പ്രധാന നഗരമാണ് പൊന്നാനി. പൊന്ന് എന്ന ആ പദത്തിൻ്റെ സൗന്ദര്യം ഈ നഗരത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ഭാവിയിലും അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പേരിലാണ് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് വളരെ ഉപകാരം ലഭിക്കുന്ന ഈ ഒരു ചടങ്ങ് ബഹുമാന്യരായ കാസിം കോയ ഉസ്താദ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നഗരത്തിലെ പൗരാവലി ഇവിടെ സംബന്ധിക്കുകയും മുൻ MLA അതുപോലെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ സക്കീർ സാഹിബ് അടക്കമുള്ള ആളുകൾ പൊന്നാനിയിലെ ഏറ്റവും ഉയർന്ന എല്ലാവരും അംഗീകരിക്കുകയും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന പൊന്നാനി പഴയ ജുമഅത്ത് പള്ളി ഇന്നും അത് സന്ദർശകർക്ക്, പഠിതാക്കൾക്ക് ആവേശം നൽകുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം ഈ പൊന്നാനിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ച വലിയ മനുഷ്യന്മാർ, അവരുടെ മക്ബറകൾ എവിടെയെല്ലാമാണ് എന്ന് ഈ നാട്ടിലെ പല ആളുകൾക്കും അറിയാമെങ്കിലും ഒരു ടൂറിസ്റ്റ്, ഒരു ചരിത്ര വിദ്യാർത്ഥി അന്വേഷിച്ചാൽ പലരോടും ചോദിക്കേണ്ടി വരും.
ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചരിത്രകാരനും ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ അവർകൾ പൊന്നാനിയിലെ മക്ബറുകളുടെ ചരിത്രം എന്ന ഒരു പുസ്തകം അങ്ങനൊന്ന് എഴുതണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഖാസിം കോയ ഉസ്താദ് അദ്ദേഹത്തെ സമീപിക്കുകയും ആ പുസ്തകത്തിൻ്റെ രചന മാസങ്ങളായി അത് പൂർത്തിയാക്കി ഇന്ന് അതിൻ്റെ പ്രകാശനം നടന്നു. ചെറിയ മിനുക്ക് പണികൾ ഉള്ളതുകൊണ്ട് കോപ്പികൾ ഇവിടെ വിതരണം ചെയ്യാനായിട്ടില്ല. 1.5 മാസം കഴിയുമ്പോൾ അതിൻ്റെ കോപ്പികൾ എല്ലാവരുടെ കയ്യിലുമെത്തും. നേരത്തെ ഇവിടെ സീതി കോയ തങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവി ഭാസുരമാകുന്നത് പഴയ കാലത്ത് ജീവിച്ച ആളുകളെ പറ്റി പഠിക്കുമ്പോഴാണ്. പഴയ കാലത്ത് ജീവിച്ച ആളുകളുടെ ജീവിതം അത് നോവലുകളിലായി, ചെറുകഥകളിലായി, മൗലിദ് കിതാബുകളിലായി, വേദഗ്രന്ഥങ്ങളിലൂടെ, അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ അത് പഠിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല എന്നും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ ആളുകൾ അവർ എങ്ങനെ വിജയിച്ചു, അവരെങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിട്ടത് എന്ന് പഠിക്കുന്നത് ഈ ചരിത്രങ്ങളിലൂടെയാണ്. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നത്. അതിനാണ് മൗലിദ് പാരായണം നടത്തുന്നത്. മൗലിദ് പാരായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അംബിയാ മുർസലീങ്ങളെ മൗലൂദാണ്. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം അംബിയാ എന്ന അധ്യായമാണ്. ആ അംബിയാക്കളെ മൗലൂദാണ് ഇവിടെ നടക്കുന്നത്. ആ അംബിയാ 21-ാം അധ്യായത്തിലെ സൂറത്തുൽ അംബിയായിൽ 112 ആർട്ടിക്കിളുകളാണുള്ളത്. ആ 112 ആർട്ടിക്കിളുകളിൽ 11 പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിലാദ്യത്തെ പ്രവാചകൻ അബ്രഹാം എന്ന് ക്രിസ്ത്യാനികൾ വിശേഷിപ്പിക്കുന്ന, എല്ലാ മതക്കാരും ആദരിക്കുന്ന, മുസ്ലിമീങ്ങൾ ഇബ്രാഹിം നബി എന്ന് വിളിക്കുന്ന ആ നേതാവാണ് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ത്യാഗം അനുഭവിച്ച ആൾ. നമ്മുടെ ഹബീബ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച അത്ര ത്യാഗങ്ങൾ ചരിത്രത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. മക്കയിൽ നിന്ന് 400 കിലോ ദൂരമുള്ള മദീനയിലേക്ക് മൈഗ്രേഷൻ നടത്തിയത്, സ്വന്തം നാട്ടുകാരായ ആളുകളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചത്, സത്യസന്ധതയുടെ ഏറ്റവും വലിയ നിദർശനമായിരുന്ന, പ്രതീകമായിരുന്ന ഒരു വലിയ മനുഷ്യൻ മക്കയിൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്നത് അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെ പേരിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നാനിയിലെ ഉത്ബുദ്ധരായ ജനങ്ങളോട്, ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത്, അമ്പിയാക്കളുടെ ത്യാഗം, അവരുടെ ആ ത്യാഗത്തിൻ്റെ പ്രധാനമായ കാരണം അവർ സത്യത്തിൽ ഉറച്ചു നിന്നു. സത്യത്തെ വെറുക്കുന്ന ആളുകളുണ്ട്. അസത്യത്തെ ഉപേക്ഷിക്കുവാൻ കഴിയാത്ത ആളുകൾ സത്യത്തെ വെറുക്കും. അസത്യത്തെ വെറുക്കുന്ന ആളുകൾക്ക് സത്യത്തെ സ്വീകരിക്കാൻ വല്ലാത്ത ആഗ്രഹമായിരിക്കും. സത്യത്തോടുള്ള ആ നിതാന്തമായ കൂട്ടുകെട്ടിൻ്റെ അടയാളമാണ് ഇവിടെ ഈ പരിപാടി. കൊല്ലങ്ങളായി ഇവിടെ നടത്തുന്ന ഈ പരിപാടിയുടെ ഗുണഭോക്താക്കൾ ഈ പ്രദേശത്തെ പാവങ്ങളാണ്. 3000 ആളുകൾക്ക് 5 കിലോ വീതം അരി നൽകുന്ന ഈ ചടങ്ങ് ഒരു ചെറിയ പരിപാടിയല്ല. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭക്ഷണം തന്നെയാണ്. നമുക്കറിയാം, റോട്ടി, ഖാന, കപ്പട, ഈ 3 എണ്ണമായിരുന്നു നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ഉയർത്തിപ്പിടിച്ച വലിയ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നഗരസഭകളിലെ മേയർമാരും അതുപോലെ കോർപ്പറേഷൻ്റെ അതിൻ്റെ ഹെഡുമാരും ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുമെല്ലാം ഇന്നും ജനങ്ങളുടെ മുൻപിൽ കാണിക്കുന്നത് ഈ പ്രശ്നങ്ങളാണ്. ഇത് എപ്പോഴാണോ പരിഹരിക്കുന്നത് അന്ന് രാജ്യത്ത് സമാധാനം ഉണ്ട്.
ഒന്ന് വീടാണ്. വീടില്ലാത്ത ആളുകൾ എത്രയാണ് നമ്മുടെ നാട്ടിലുള്ളത്? ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഗവൺമെൻറ് വീട് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിന് അപേക്ഷ നൽകുന്നവരുടെ ക്യൂ ചെറിയ ക്യൂ അല്ല. ഈ പൊന്നാനിയിൽ തന്നെ വീടില്ലാത്ത എത്ര ആളുകളുണ്ട്? വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. അവരെ സ്വന്തം വീടുകളിലേക്ക് താമസിപ്പിക്കുവാനുള്ള പരിപാടി കൂടി അടുത്ത കൊല്ലങ്ങളിൽ കാസിം കോയ ഉസ്താദ് അതിന് മുൻകൈയെടുക്കുകയാണെങ്കിൽ അത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ടീമുണ്ട്. ആ ടീമിൽ നിന്ന് ചെറിയൊരു ടീമേ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് ഇതൊരു വലിയ സ്കീമായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. സാദാത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട്, അംബിയ മുർസലീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന് ഭക്ഷണമാണ്, റൊട്ടിയാണ്. ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ കക്കുന്ന ആളുകളുണ്ട്. ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും യാചന നടത്തുന്ന ആളുകളുണ്ട്. യാചന നടത്തുന്നത് പാപമാണ്, അതൊരു രാജ്യത്തിന് അപമാനമാണ്. ബെഗ്ഗിങ് എന്ന് പറയുന്ന ആ യാചന ഏറ്റവും വലിയ അപമാനമാണ്. ആ അപമാനത്തിൽ നിന്ന് ഈ സമുദായത്തെയും മറ്റു മതത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ രക്ഷിക്കുവാനുള്ള മാർഗമാണ് നല്ല ഭക്ഷണ വസ്തുക്കൾ വിതരണം ചെയ്യൽ. മോചനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എന്താണോ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കഴിയുക, അത് കാസിം കോയ ഉസ്താദും ബന്ധപ്പെട്ട പ്രവർത്തകരും കൂടി ആലോചിച്ച് അങ്ങനെയാണ് ഇതിവിടെ രൂപപ്പെടുത്തിയത്. ഇത് വലിയൊരു സേവനമാണ്. അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാക്കി ചെയ്യും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. യാതൊരു അഹങ്കാരവുമില്ലാതെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പറായി കേരള ഗവൺമെൻറ്റിൻ്റെ പല കമ്മിറ്റികളിലും മെമ്പറായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഈ പൊന്നാനിക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും അതുപോലെ ചെയ്യണേ അല്ലാഹ്. ഈ അരി വിതരണത്തിന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ അവരുടെ ഹൈറായ മുറാദുകളൊക്കെയും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പല രോഗങ്ങളുണ്ട്, രോഗങ്ങളിൽ ശിഫയാക്കണേ അല്ലാഹ്. കാസിം കോയ അവരുടെ അതുപോലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളുടെയും പുണ്യത്തിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഖബറയുടെ ചരിത്രം എഴുതിയ അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർക്ക് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഈ പരിപാടിയിൽ വളരെ ആത്മാർത്ഥമായി ആമീൻ പറയുന്ന ഈ ആളുകൾക്ക് മുഴുവനും നീ ഈമാനേറ്റി കൊടുക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്, ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്, ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈസ ഇബ്നു മറിയമിൻ്റെ ബർക്കത്ത് കൊണ്ട്, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്, ദുൽകിഫ്ലി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്